സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് തൃപ്പുക. അത്താഴ ശീവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയാൽ ഉടൻ തന്നെ തൃപ്പുക നടക്കുന്നു. സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് ക്ഷേത്രത്തിനുള്ളിൽ സുഗന്ധം, അതായത് ശ്രീകോവിലിനുള്ളിൽ സുഗന്ധം നിറയ്ക്കുന്ന ചടങ്ങാണിത്. ഇതിനുശേഷം നട അടയ്ക്കും. അതോടെ ആ ദിവസത്തെ ദർശനം അവസാനിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നട അടയ്ക്കുന്നതിന് മുമ്പ് നടത്തുന്ന അതീവ സുന്ദരവും സുഗന്ധപൂരിതവുമായ ഈ ചടങ്ങ് ഭഗവാനെ ഉറക്കാൻ കിടത്തുന്നതിനായിട്ടാണ് ഒരുക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം കൂടി പറയാം. തൃപ്പുകയുടെ ഐതിഹ്യം ഭഗവാന്റെ പരമഭക്തനായിരുന്ന വില്യമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഒരിക്കൽ രാത്രിയിൽ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന സമയത്ത് വില്യമംഗലം സ്വാമിയാർ ക്ഷേത്ര ദർശനത്തിന് എത്തി. സാധാരണയായി ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ ചൈതന്യം മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് സങ്കല്പം. എന്നാൽ അന്ന് പതിവിന് വിപരീതമായി സ്വാമിയാർ കണ്ടത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ തൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചുവെച്ച് വളരെ ക്ഷീണിതനായി ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. പകൽ മുഴുവനും ഭക്തരുടെ സങ്കടങ്ങൾ കേട്ടും അവർക്ക് അനുഗ്രഹം നൽകിയും ഭഗവാൻ തളർന്നിരിക്കുന്നു എന്ന് സ്വാമിയാർക്ക് തോന്നി. ഭഗവാന്റെ ഈ ക്ഷീണം മാറ്റാനും സുഖകരമായ ഉറക്കം ലഭിക്കാനുമായി സ്വാമിയാർ നല്ല സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് ഐതിഹ്യം. ഈ സുഗന്ധം ശ്വസിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മനസ്സിനും ശരീരത്തിനും കുളിർമ ലഭിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അന്നു മുതലാണ് തൃപ്പുക എന്ന ചടങ്ങ് ഗുരുവായൂരിൽ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അഷ്ടഗന്ധം, ചന്ദനം, അകിൽ, ഗുൽഗുലു തുടങ്ങിയ 12ഓളം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക കൂട്ടാണ് പുകയ്ക്കാനായി ഉപയോഗിക്കുന്നത്. അത്താഴ ശീവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയാൽ ശാന്തിയേറ്റ ശാന്തിക്കാരൻ ഈ സുഗന്ധക്കൂട്ട് വെള്ളിപ്പാത്രത്തിൽ കനലിന് മുകളിലിട്ട് പുകയ്ക്കുന്നു. ഈ പുക ശ്രീകോവിലിനുള്ളിൽ നിറയും. ഒരു കുഞ്ഞിനെ ഉറക്കാൻ അമ്മ സാമ്പ്രാണി പുകയ്ക്കുന്നത് പോലെ ഭഗവാനെ ഉറക്കാൻ കിടത്തുന്ന ചടങ്ങാണ് ഇതെന്നാണ് സങ്കല്പം. തൃപ്പുക നടക്കുമ്പോൾ ഭക്തർക്ക് ദർശനം ഇല്ല. പുക ഉയർന്നു തുടങ്ങിയാൽ നട അടയ്ക്കും. അതോടെ ആ ദിവസത്തെ പൂജകൾ അവസാനിക്കുകയാണ്. ഈ സുഗന്ധം ക്ഷേത്ര പരിസരത്ത് മുഴുവൻ വ്യാപിക്കും. ആ സമയം ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്നത് പോലും മനസ്സിന് നല്ല ശാന്തി നൽകും. തൃപ്പുക കഴിഞ്ഞാൽ ഒരു കൊടിവിളക്കിൽ ഉപയോഗിച്ച നെയ്യ് പുറത്തേക്ക് തരും. അത് ക്ഷേത്രം ജീവനക്കാർ ഒരു തിരി കൊണ്ട് നമുക്ക് ഇറ്റിച്ചു തരും. ഇതാണ് തൃപ്പുക പ്രസാദം. ഇത് സേവിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.